ഹായ് എവരിവൺ, കെയർ ബേസ്ഡ് ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഭാഗമായിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി 2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്ന യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി ചേരാത്തത്? ആൻസർ ഓപ്ഷൻ ഡി, ഹാൾഡിഗഡ് യുദ്ധം 1581 തെറ്റാണ്. താഴെ തന്നിരിക്കുന്ന യുദ്ധങ്ങളിൽ ശരിയായി ചേരാത്തത് ഹാൾഡിഗഡ് യുദ്ധമാണ്. താഴെ പറയുന്നത് കാലഗണന പ്രകാരം എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആദ്യം ബംഗാൾ വിഭജനം, അത് കഴിഞ്ഞ് ലക്നൗ ഉടമ്പടി, അത് കഴിഞ്ഞ് റൗലറ്റ് ആക്ട്, അത് കഴിഞ്ഞ് പൂന ഉടമ്പടി. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് വാറൻ ഹേസ്റ്റിങ്സ്. സബ്സിഡറി അലയൻസ് സിസ്റ്റം വെല്ലസ്ലി. സബ്സിഡറി അലയൻസ് സിസ്റ്റം വെല്ലസ്ലി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് മേയോ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് മേയോ. ഓഗസ്റ്റ് ഓഫർ ലിൻ ലിത്തുഗോ. ഓഗസ്റ്റ് ഓഫർ ലിൻ ലിത്തുഗോ. വാഴ്സോ ഉടമ്പടി നിലവിൽ വന്നത് 1955. വാഴ്സോ ഉടമ്പടി നിലവിൽ വന്നത് 1955. പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി സ്ത്രീ വിദ്യാപോഷിണി. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി സ്ത്രീ വിദ്യാപോഷിണി. ശ്രീനാരായണ ഗുരു ദൈവദശകം. ശ്രീനാരായണ ഗുരു ദൈവദശകം. ചട്ടമ്പി സ്വാമികൾ അദ്വൈത ചിന്താ പദ്ധതി. ചട്ടമ്പി സ്വാമികൾ അദ്വൈത ചിന്താ പദ്ധതി. കെ പി കറുപ്പൻ ആചാരഭൂഷണം. കെ പി കറുപ്പൻ ആചാരഭൂഷണം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ കാലഗണന ക്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. ആദ്യം ആറ്റിങ്ങൽ ലഹള. ആറ്റിങ്ങൽ ലഹള, ശ്രീരംഗപട്ടണം ഉടമ്പടി, വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം, കുറിച്യ ലഹള. പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. റഹനുമായി മസ്ദായസൻ സഭ നവറോജി ഫർദോൻജി. നവറോജി ഫർദോൻജി. ധർമ്മസഭ രാധാകാന്ത് ദേവ്. ധർമ്മസഭ രാധാകാന്ത് ദേവ്. സേവാ സദൻ ബി എം മലബാറി. സേവാ സദൻ ബി എം മലബാറി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോസ്റ്റൺ ടീ പാർട്ടി, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്. മുഗൾ ഭരണത്തിൽ ഖാൻ ഇ സമൻ തലവനായത്? രാജകൊട്ടാരം. മുഗൾ ഭരണത്തിൽ ഖാൻ ഇ സമൻ തലവനായത് രാജകൊട്ടാരം. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് റിമോട്ട് സെൻസിംഗ് അത്യാവശ്യം ആയത്? ആൻസർ ഓപ്ഷൻ ഡി. മുകൾ നൽകിയതെല്ലാം ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് റിമോട്ട് സെൻസിങ്ങിന് അത്യാവശ്യമായത്? ഊർജ്ജ സ്രോതസ്സിൻ്റെ വികിരണം, ഊർജ്ജവും ലക്ഷ്യവുമായുള്ള പ്രതിപ്രവർത്തനം, സംപ്രേഷണവും സ്വീകരണവും പ്രോസസ്സിങ്ങും, വ്യാഖ്യാനവും വിശകലനവും. ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോഡസി. ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോഡസി. ചേരുംപടി ചേരുന്നവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സഞ്ചലനം അഥവാ സംവിധാനം ഏതാണ്? ജെറ്റ് സ്ട്രീം.
ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സഞ്ചലനം അഥവാ സംവിധാനം ഏതാണ്? ജെറ്റ് സ്ട്രീം. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളിലെ ലിംഗാനുപാതം എത്രയാണ്? 964. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളിലെ ലിംഗാനുപാതം എത്രയാണ്? 964. ഗുഡ്സ് ആൻഡ് സെയിൽസ് നികുതി എന്നാണ് നിലവിൽ വന്നത്? 2017 ജൂലൈ 1. ഗുഡ്സ് ആൻഡ് സെയിൽസ് നികുതി എന്നാണ് നിലവിൽ വന്നത്? 2017 ജൂലൈ 1. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിലത്തെ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 3 മാത്രമാണ് ശരി. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് RBI ആണ്. ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ RBI ചെയ്യുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റികളുടെ വിൽപ്പനയും വാങ്ങലും മുഖേനയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സർക്കാർ പൊതുചിലവുകൾ ഒറ്റയ്ക്ക് ഏറ്റവും വലിയത്? പലിശ അടവുകൾ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സർക്കാർ പൊതുചിലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലിയത്? പലിശ അടവുകൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി 3 മാത്രമാണ് ശരിയായ പ്രസ്താവന. പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യാവുന്നതാണ്. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത്? 5ാം പഞ്ചവത്സര പദ്ധതി. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത്? 5ാം പഞ്ചവത്സര പദ്ധതി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓൾ ഇന്ത്യ സർവീസിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 3 മാത്രം. ഓൾ ഇന്ത്യ സർവീസിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അല്ലാത്തത് വികേന്ദ്രീകൃതമായ ഭരണത്തിൻ്റെ വ്യാപനം. താഴെ കൊടുത്തിരിക്കുന്ന 2 വാചകങ്ങൾ ഒന്ന് അസേഷൻ എന്നും റീസൺ എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നു. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. എയും 6ഉം ശരിയാണ്, പക്ഷേ എയുടെ ശരിയായ വിവരണമല്ല 6. അസേഷനും റീസണും ശരിയാണ്, പക്ഷേ അസേഷൻ്റെ ശരിയായ വിവരണമല്ല റീസൺ. താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ നിബന്ധനകളാണ് ഇന്ത്യയിലെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി ആകുവാൻ പാലിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ എ 1 മാത്രം. താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ നിബന്ധനകളാണ് ഇന്ത്യയിലെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി ആകുവാൻ പാലിക്കേണ്ടത്? ലോകസഭയിൽ ചുരുങ്ങിയത് 2% സീറ്റുകൾ വിജയിക്കുകയും ആ അംഗങ്ങൾ 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? പ്രധാനമന്ത്രിയുടെ ഓഫീസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ കമ്മീഷൻ്റെ പരിധിയിൽ വരുന്നത്? പ്രധാനമന്ത്രിയുടെ ഓഫീസ്. താഴെ തന്നിരിക്കുന്ന ലോക്പാലിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തത്? ചെയർപേഴ്സണെ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത്? ജവഹർലാൽ നെഹ്റു. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ഏത് അമെൻമെൻറ്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്? 44ാം അമെൻമെൻറ്റ്. ഭരണഘടനയുടെ ഏത് അമെൻമെൻറ്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്? 44ാം അമെൻമെൻറ്റ്. സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടപ്പെടും. താഴെ പറയുന്നവൽ ഏതാണ് ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ്റെ കർമ്മപരിധിയിൽ വരാത്തത്? ഓപ്ഷൻ സി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള രീതികൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക. ആയിരത്തി 1949 മുന്നോട്ട് വച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്ന സംജ്ഞ ഏതാണ്? സെക്കുലർ. 1949 മുന്നോട്ട് വച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്ന സംജ്ഞ ഏതാണ്? സെക്കുലർ. സ്നാച്ച് എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത് ഭാരോദ്വഹനം. സ്നാച്ച് എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത് ഭാരോദ്വഹനം. 2018 വിൻ്റർ ഒളിമ്പിക്സ് നടന്നത് സൗത്ത് കൊറിയ. 2018 വിൻ്റർ ഒളിമ്പിക്സ് നടന്നത് സൗത്ത് കൊറിയ.
MD വാസുദേവൻ നായരുടെ ഡാഷ് നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി മഞ്ഞ്. MD വാസുദേവൻ നായരുടെ ഏത് നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി മഞ്ഞ്? ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ കൊടിയേറ്റം. ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ കൊടിയേറ്റം. നെഹ്റു ട്രോഫി വള്ളംകളി ബന്ധപ്പെട്ടിരിക്കുന്നത് പുന്നമടക്കായൽ. മലയാളം എഴുത്തുകാരനായ VV അയ്യപ്പൻ്റെ തൂലികാനാമം കോവിലൻ. 2018 ഏഷ്യൻ ഗെയിംസിന് ആതിഥ്യം വഹിച്ചത് ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യ. 2018 ഏഷ്യൻ ഗെയിംസിന് ആതിഥ്യം വഹിച്ചത് ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യ. 2019 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം. 2019 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം. 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം ഓസ്ട്രേലിയ. 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം ഓസ്ട്രേലിയ. 2007 ജ്ഞാനപീഠം അവാർഡ് നേടിയ എഴുത്തുകാരൻ ആരാണ്? ONV കുറുപ്പ്. 2007 ജ്ഞാനപീഠം അവാർഡ് നേടിയ എഴുത്തുകാരൻ ONV കുറുപ്പ്. ഇമ്പാക്റ്റ് പ്രിന്റർ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. ഇമ്പാക്റ്റ് പ്രിന്റർ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നാൽ എന്താണ്? സോഷ്യൽ നെറ്റ്വർക്ക് വഴി വളരെ വേഗം പ്രചാരം നൽകുന്ന വിധമുള്ള ഉള്ളടക്കം നിർമ്മിക്കുക. സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നാൽ എന്താണ്? സോഷ്യൽ നെറ്റ്വർക്ക് വഴി വളരെ വേഗം പ്രചാരം നൽകുന്ന വിധമുള്ള ഉള്ളടക്കം നിർമ്മിക്കുക. ഫിഫോ ഷെഡ്യൂളിംഗ് എന്നാൽ എന്താണ്? നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ഫിഫോ ഷെഡ്യൂളിംഗ് എന്താണ്? നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം ഗേറ്റ്വേ. വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം ഗേറ്റ്വേ. ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് IT ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് സൈബർ കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? 65. ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് IT ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് സൈബർ കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? 65. ആഗോളതാപനം നിയന്ത്രിക്കുവാൻ ചെയ്യാവുന്നത് വനനശീകരണം കുറയ്ക്കുക, ജൈവ ഇന്ധന ഉപയോഗത്തിൻ്റെ കാര്യക്ഷമത കുറയ്ക്കുക. ആഗോളതാപനം നിയന്ത്രിക്കുവാൻ ചെയ്യാവുന്നത് വനനശീകരണം കുറയ്ക്കുക, ജൈവ ഇന്ധന ഉപയോഗത്തിൻ്റെ കാര്യക്ഷമത കുറയ്ക്കുക. പുതിയ ശാസ്ത്ര സാങ്കേതിക ഇന്നോവേഷൻ പോളിസിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ പാത നിർണ്ണയിക്കുന്ന പോളിസി മുഖ്യ ലക്ഷ്യം സൃഷ്ടിയാണ്. പുതിയ ശാസ്ത്ര സാങ്കേതിക ഇന്നോവേഷൻ പോളിസിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ പാത നിർണ്ണയിക്കുന്ന പോളിസി മുഖ്യ ലക്ഷ്യം സൃഷ്ടിയാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ കുറിച്ച് താഴെ പറഞ്ഞിരിക്കുന്നതിൽ തെറ്റായത് ഏത്? ISRO സ്ഥാപിച്ച വർഷം 1962 എന്നുള്ളത് തെറ്റാണ്. R&D പ്രോത്സാഹിപ്പിക്കുവാനായി 2007 മുന്നോട്ട് വച്ച അംബ്രല്ല പദ്ധതി ഏതാണ്? നാനോ സയൻസ് ടെക്നോളജി. R&D പ്രോത്സാഹിപ്പിക്കുവാൻ 2007 മുന്നോട്ട് വച്ച അംബ്രല്ല പദ്ധതി ഏതാണ്? നാനോ സയൻസ് ആൻഡ് ടെക്നോളജി. RED+ പദ്ധതി താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. RED+ പദ്ധതി താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിഗ്രി ലെവലിൽ ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. 50 GK ആണ്. കൃത്യമായിട്ട് ഇത് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.